ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സാധാരണ ഒരു പുതിയ വർഷം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ? ഞാൻ അതുപോലെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വളരെ നല്ലതാണ്. ചിലരൊക്കെ ജിമ്മിൽ പോകും, ആരോഗ്യം കുറച്ചുകൂടെ ക്രമീകരിക്കും, നല്ല ഭക്ഷണം കഴിക്കും, നേരത്തെ കിടന്ന് ഉറങ്ങും, അതുപോലെ ഫോൺ അധികം ഉപയോഗിക്കില്ല. ഇങ്ങനെ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ പലപ്പോഴും ചിലതൊക്കെ നമ്മൾ പരാജയപ്പെട്ട് പോകാറുണ്ട്. പക്ഷെ പരാജയപ്പെട്ടു പോയാലും ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്ത് പരാജയപ്പെടുന്നത് തന്നെയാണ് നല്ലത്. സോ ഈ ഒരു വർഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആത്മീകമായിട്ടും ചില തീരുമാനങ്ങൾ കൂടി എടുക്കുക. ബൈബിൾ വായനയുടെ കാര്യത്തിൽ, ബൈബിൾ പഠിക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, കൂട്ടായ്മകൾക്ക് പോകുന്ന കാര്യത്തിൽ, ഇത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ചിലപ്പം നമുക്ക് ഈ കോവിഡ് സീസണോടുകൂടെയൊക്കെ നമുക്ക് വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് പോകുന്നൊരു ശീലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കർത്താവിനെ സാക്ഷീകരിക്കുന്ന കാര്യത്തിൽ ഒക്കെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നൊരു കീ സ്പോൺസർ എറണാകുളത്തു നിന്നൊരു വെൽവിഷറാണ്. താങ്ക് യു. രണ്ടാമത്തെ മകൻ്റെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ദൈവികമായ മാർഗ നിർദ്ദേശത്തിലും അനുഗ്രഹത്തിലും നയിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴി തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം, ഹാർട്ട് ടു ഹാർട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുകയാണ്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഓൺലൈൻ പ്രോഗ്രാം മാത്രമാണ്. ഓൺലൈനായിട്ട് അത് നേരിട്ട് വരേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. Welcome back. Welcome to January 2nd, 2026. ഒരു പുതിയ വർഷത്തിലേക്ക് ഇന്നലെ നമ്മൾ പ്രവേശിച്ചു. ഇന്നലെ ആരെങ്കിലും കാണാൻ വിട്ടുപോയെന്നറിയില്ല. ഹാപ്പി ന്യൂ ഇയർ. 2026 ഈസ് ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. പ്രകൃത്യാതീതമായി, അമാനുഷികമായി, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത്, ബുദ്ധിക്കപ്പുറത്ത്, ശാസ്ത്രത്തിനപ്പുറത്ത്, മനുഷ്യൻ്റെ കാൽക്കുലേഷനപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമായിട്ടാണ് നമ്മുടെ ഇടപാട്. അതുകൊണ്ടാണ് ഈ വർഷം ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഐ നോ ഇറ്റ് ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു പുതിയ കാര്യമാണ് ഈ പുതിയ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് ഗ്ലോറി വേറൊരു ട്രാക്കിലോട്ട് കയറി. അല്ലെങ്കിൽ ഇതുവരെ പല പല മെസ്സേജ് സീരീസുകളൊക്കെ ആയിട്ടൊരു സീസൺ പോയി. പക്ഷേ നമ്മളിപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൽ കയറിയതുപോലെയാണ്. അപ്പോൾ ആ ട്രാക്കിലാണ് നമ്മൾ ഓടുന്നത്. 12 സ്റ്റേഷനുകൾ ഉള്ള ഒരു റെയിൽവേ ട്രാക്കാണെന്ന് വിചാരിക്കുക. ഡിസംബർ വരെ 12 സ്റ്റേഷനുകൾ, 12 മാസങ്ങൾ ഓടുവാനുള്ളൊരു ട്രാക്കുണ്ട്. ആ ട്രാക്കാണ് നിങ്ങൾക്കൊക്കെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പുസ്തകം ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ 2026 ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ. ഇതൊരു ഡയറിയാണ്. അപ്പോൾ തന്നെ ഒരു നിങ്ങൾക്ക് വചനമൊക്കെ എഴുതി വെക്കാനും ഒക്കെ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ വചനം പറയാനൊക്കെ റെഡിയാകാൻ പറ്റുന്നതൊക്കെയാണ്. എല്ലാവർക്കും അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആമസോണിൽ ഇപ്പോൾ ഒരു അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഇയറിൻ്റെ ബിഗിനിങ്ങിലല്ലാതെ ഇത് കിട്ടില്ല. അതിനുശേഷം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇനി ഇത് റീപ്രിൻ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, സോ ഇന്നലെ നമ്മളിത് പരിചയപ്പെട്ടു. ഇനി ജനുവരി 1 ഇന്നലെ നമ്മൾ തീർത്തു. ജനുവരി 2-ാം തീയതി നിങ്ങളുടെ പേജ് തുറന്നു വയ്ക്കുക. റെഡിയാണെന്ന് ഒന്ന് ലൈവ് ചാറ്റിലിടുക. ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫ്ലാസ്കിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടൻ കാപ്പിയോ ചായയോ ജ്യൂസോ ഇഷ്ടമുള്ളത്, ബദാം മിൽക്കോ ഒക്കെ എടുത്ത് വയ്ക്കുക. ആരും റെഡി? എഴുതാൻ പേനയുണ്ടോ? ജനുവരി 2 അവിടെ ഫോക്കസ് വേർഡ് കൊടുത്തിട്ടുണ്ട്, ഫെയ്ത്ത്. എല്ലാവരും പറയാം ഫെയ്ത്ത്. ടൈപ്പ് ചെയ്തിടുക. ലൈവ് ചാറ്റിൽ കമൻറ്റ് സെക്ഷനിൽ
ഒരാൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്യണം. ഫെയ്ത്ത് 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 ഫെയ്ത്ത്, വിശ്വാസം വിശ്വാസം വിശ്വാസം. ഈ റെപ്പറ്റീഷനാണ് റെവല്യൂഷൻ്റെ കീ എന്ന് പറയുന്നത്. Repetition is the key to revolution. Repetition is also a key to transformation. Okay? So, വിശ്വാസം അതിലൊരു വേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ദിവസം ധ്യാനിക്കാനും ധ്യാനിച്ചുകൊണ്ട് നടക്കാൻ. ഈ ദിവസം മൊത്തം ധ്യാനിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു വാക്യമാണ് 2 Corinthians chapter 5 and verse number 7. 2 Corinthians 5:7. For we walk by faith, not by sight. നാം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നാം ജീവിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അതും ഒന്ന് മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള പ്രായമുള്ളവർ വരെ ഭയങ്കര മിടുക്കാണ്. ഇപ്പോൾ നിങ്ങൾ ബൈബിളിൽ നിന്നും കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ കൊണ്ടുപോയി വെക്കുക. ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചിട്ട് ഇതിന് ശേഷം വരുന്നവർക്ക് ഭയങ്കര ആശ്വാസമാണ്. ലൈവ് ചാറ്റിലിട്ടാൽ അതോടെ തീർന്നു. പക്ഷേ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഇത് കോപ്പി ചെയ്ത് വെക്കുക. ഇംഗ്ലീഷ് വെക്കുക, മലയാളം വെക്കുക. For we live by faith, not by sight. 2 Corinthians 5:7. അതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചോ. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ്, എല്ലാ ദിവസവും ആ കീ ആയിട്ട് കിട്ടുന്ന ആ വേഴ്സ് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു വർഷം കൊണ്ട് 365 വചനം പഠിച്ചില്ലേ? വാവ്! വചനം സ്റ്റോക്ക് അകത്തുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. യേശു കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുമ്പോൾ പരീക്ഷകൻ അകത്ത് വന്ന് ഓരോന്നിങ്ങനെ പോക്കുന്ന സമയത്ത് പുറത്തോട്ട് വന്നത് എന്തായിരുന്നു? ശാസനയോ ഭർസനമൊന്നുമല്ല, വചനം വന്നേ. ബിക്കോസ് ഹി വാസ് ഫുൾ ഓഫ് ദ വേർഡ്. ഹി വാസ് സാച്ചുറേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. ടുഡേ ഐ വാക്ക് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. ഐ ചൂസ് ടു ട്രസ്റ്റ് ഗോഡ്സ് അൺസീൻ ഹാൻഡ്. ഇന്ന് ഞാൻ വിശ്വാസത്താൽ നടക്കുന്നു, കാഴ്ചയാലല്ല. എന്ന് മാത്രമല്ല, ഐ ചൂസ് ടു ട്രസ്റ്റ് ഗോഡ്സ് അൺസീൻ ഹാൻഡ്. ദൈവത്തിൻ്റെ അദൃശ്യമായ കരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ കരം വന്ന് എന്തെങ്കിലും ചെയ്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. ബട്ട് ഹിസ് ഹാൻഡ്സ് ആർ ഇൻവിസിബിൾ. അദൃശ്യകരങ്ങൾ, അൺസീൻ ഹാൻഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, വിശ്വാസത്താൽ നടക്കുന്നു, കാഴ്ചയാലല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യമായ ഒത്തിരി കരങ്ങൾ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കരം, ഭാര്യയുടെ കരം, അമ്മാവിയമ്മയുടെ കരം, മക്കളുടെ കരം, വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ കൈ, പലരുടെയും കരങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ കരങ്ങളൊന്നും ചിലപ്പോൾ സമയത്ത് നമ്മളെ സഹായിക്കാനോ തലോടാനോ ഉണ്ടാകണമെന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതുപോലെ തന്നെ അവരും മനുഷ്യജീവികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യകരം, വാവ്, എവിടെയും എത്തിച്ചേരുമല്ലോ. അതുകൊണ്ട് അവൻ്റെ കരത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദാസന്മാരുടെ കണ്ണുകൾ യജമാനനിലേക്ക്, ശരിക്കും യജമാൻ്റെ കൈകളിലേക്കും, ദാസിമാരുടെ കണ്ണുകൾ യജമാനത്തിയുടെ കരങ്ങളിലേക്കും എന്നതുപോലെ കർത്താവേ, എൻ്റെ കണ്ണുകൾ നിൻ്റെ കരങ്ങളിലെയാണ് നോക്കുന്നത്. പ്രതീക്ഷ എവിടെയാണ്? ദൈവകരങ്ങൾ. പറഞ്ഞേ, പ്രതീക്ഷ എവിടെയാണ്? ദൈവകരങ്ങൾ. ഞാൻ എന്തെല്ലാം പറയുന്നത് അതെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യണം. എവിടെ നിന്നാണ് ടൈപ്പ് ചെയ്യുന്നതും കൂടി അവിടെ എഴുതിയിട്ട് അത്രയും നല്ലത്. UK നിന്ന്, US നിന്ന്, ഇന്ത്യയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, കണ്ണൂരിൽ നിന്ന്, തലയോലപ്പറമ്പിൽ നിന്ന് അടിച്ചിട്. വാവ്! കമൻറ്റ് സെക്ഷനിൽ മാക്സിമം അടിച്ചിടണം. കാരണം പിന്നീടും നിങ്ങൾ അടിച്ചിട്ടത് എന്നുവരെ യൂട്യൂബ് ഉണ്ടോ അന്ന് വരെ മനുഷ്യർക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ വഴിക്ക് വന്നു, നിങ്ങളിത് കണ്ടു, നിങ്ങളിത് പഠിച്ചു, എല്ലാവരും അറിയട്ടെ. നിങ്ങളുടെ പേര് എല്ലാവരും അറിയട്ടെ. ഫോൺ നമ്പറൊന്നും അടിച്ചിടരുത്. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊന്ന് ധ്യാനിക്കാം. ബൈ ദ വേ, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ പ്രധാന കാര്യങ്ങൾ ഈ പേജിൽ എഴുതണം. അതും മറന്നു പോകരുത്. അതിനുള്ളതാണിത്. അവസാനം മോർണിംഗ് ഗ്ലോറി കണ്ട ശേഷം ഇത് ഒരു ബ്ലാങ്ക് ഡയറി ആയിട്ട് അവസാനിക്കരുത്. അതിലെഴുതണം. എനിക്കിപ്പോൾ എഴുതാൻ സാധ്യമല്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതുക. ഫെയ്ത്ത് ഈസ് നോട്ട് എ ഫീലിംഗ്. വിശ്വാസം വെറും ഒരു വികാരമല്ല. ചിലർക്കിങ്ങനെ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വികാരമൊക്കെ വരും. വികാരം മാത്രം പോരാ. ഫെയ്ത്ത് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്. ഫീലിംഗൊക്കെ വേണം,
അകത്ത് തോന്നണം, വേണം. ഫെയ്ത്ത് ഈസ് നോട്ട് ഓപ്റ്റിമിസം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമല്ല. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ എല്ലാവർക്കും ഉള്ളതാണ്. അതല്ല ഇത് ഓപ്റ്റിമിസം. എന്തെങ്കിലുമൊക്കെ ശരിയാകുമായിരിക്കും, നന്നാകുമായിരിക്കും എന്ന് പറയുന്നതല്ല. ഈ അശുഭാപ്തി വിശ്വാസം, എൻ്റെ മലയാളം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സിനിക്കലായിട്ട് കാണുന്ന ആളുകൾ, എല്ലാത്തിലും ദോഷം കാണുക, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നവരുണ്ട്. ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, ഞാനൊരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. 2026 ഈ ചിന്തകളങ്ങ് ഡിലീറ്റ് ചെയ്യണം, ഇറേസ് ചെയ്യണം, മായ്ച്ച് കളയണം. ഓക്കെ. ഇനി ഫെയ്ത്ത് ഈസ് എ ഡിസിഷൻ ടു ട്രസ്റ്റ് ഗോഡ് ബിയോണ്ട് വാട്ട് ദ ഐ ക്യാൻ സീ. കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ദൈവത്തെ കണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് എടുക്കുന്നൊരു തീരുമാനമാണ് വിശ്വാസം. ഇതിനപ്പുറത്തേക്ക് കാണാൻ കഴിയണം. സോ ടുഡേയ്സ് എക്സ്പെക്റ്റേഷൻ ഈസ് സിമ്പിൾ ആൻഡ് സ്ട്രോങ്. ഇന്ന് അകത്തൊരു പ്രതീക്ഷയുണ്ട്. ഈ വിശ്വാസം, പ്രത്യാശ, പ്രതീക്ഷ ഇതൊക്കെ ഇങ്ങനെ കസിൻസിനെ പോലെയാണ്. അവരൊക്കെ ഇങ്ങനെ കണക്റ്റഡാണ്, ഉറ്റ സുഹൃത്തുക്കളുമാണ്. അതായത് ഗോഡ് വിൽ ട്രെയിൻ അവർ ഹാർട്ട്സ് ടു ഡിപ്പെൻഡ് ഓൺ ഹിം മോർ ദാൻ അവർ സെൻസസ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് കാണാവുന്ന പലതുമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു വിശ്വാസം വരും. അതെങ്ങനെയായിരിക്കും? അത് നാച്ചുറൽ ഫെയ്ത്താണ്, സാധാരണ എല്ലാവർക്കും വരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 25,000 രൂപ ബാലൻസ് ബാങ്കിലുണ്ടെന്നിരിക്കട്ടെ. അതിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് കാണും. എന്നാൽ 2 കോടി രൂപയുടെ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നോ. കാരണം അത് വിശ്വാസത്തെ നിരക്കുന്നതല്ല പ്രാക്ടിക്കലി. എന്നാൽ ദൈവം എൻ്റെ ആവശ്യങ്ങൾ നടത്തും. ഞാൻ കണ്ണിലോട്ട് വിരൽ ചൂണ്ടി ചോദിക്കുക, ഈ വർഷം നിങ്ങൾക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട് പറ. അതായത് ഇന്നിപ്പോൾ ജനുവരി 2-ാം തീയതിയാണ്. ഇന്ന് തുടങ്ങി അങ്ങോട്ട് ഡിസംബർ 31 വരെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ചിലവുകൾ, നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, അപ്പനാണെങ്കിൽ, അമ്മയാണെങ്കിൽ, വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്കും കൂടെയുള്ളവർക്കും എല്ലാമായിട്ട് മൊത്തം ചിലവ് എത്ര? എൻ്റെ ബ്രദറെ ഇപ്പോഴേ അത് പറഞ്ഞ് പേടിപ്പിക്കില്ലേ? അതെല്ലാം കൂടി ഈ നാളത്തെ കാര്യം എന്താണെന്ന് ഓർത്തിരിക്കുമോ? അപ്പോൾ ഈ ഒരു വർഷത്തെ കാര്യം പറഞ്ഞപ്പോഴേ അതിന് വേണ്ടിയിട്ടല്ല, ചുമ്മാ ചിന്തിക്കാൻ വേണ്ടി പറയാം. എത്ര രൂപ ആവശ്യം വരും? എത്ര ലക്ഷങ്ങൾ അല്ലെങ്കിൽ എത്ര കോടികൾ? ബിസിനസ്സുകാരാണെങ്കിൽ കോടികൾ ചിലപ്പോൾ ആവശ്യം വരും. സാധാരണ ഒരു വീട്ടമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വീട്ടു ചിലവ്, സാരി, ചുരിദാർ, പിന്നെ കുറച്ച് ചെരുപ്പ് പിടിക്കണം, കറി വെക്കാൻ വേണം, പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കണം, പിന്നെ വീടിൻ്റെ കാര്യങ്ങൾ ചിലത് അറേഞ്ച് ചെയ്യാനുണ്ട്, കിടക്കമൊന്ന് മാറ്റണം, കട്ടിലൊന്ന് മാറ്റണം, തലയണ കവറ് മാറ്റണം, ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ഈ വർഷം എന്തെല്ലാമാണ് ആവശ്യങ്ങൾ? എല്ലാം കൂടെ റഫ്ലി എത്ര രൂപ ആവശ്യം വരും? ഇപ്പോഴത്തെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇനി ജോലി, വരുമാനം ഉണ്ടെങ്കിൽ അതെത്ര കിട്ടും? ഇതെല്ലാം കൂടി കൂട്ടി കിഴിച്ച് ഗുണിച്ച് ഹരിച്ചൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ബേൺഡ് ഓഫറിംഗ് ആയിട്ട് മാറും. ബ്രെയിൻ ഫ്രൈ. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ബ്രെയിൻ ഫ്രൈ കിട്ടും. നമ്മുടെ ആടിൻ്റെ, അതിൻ്റെ ലാമ്പിൻ്റെയൊക്കെ ബ്രെയിൻ ഫ്രൈ കിട്ടും. തലച്ചോറ് ഫ്രൈ ചെയ്ത് കൊണ്ടുവരും. ഇത് തലച്ചോറല്ല, മനുഷ്യൻ്റെ അവരവരുടെ തലച്ചോറ് തന്നെ കത്തിക്കരിഞ്ഞു പോകും. പക്ഷേ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ, ഇൻവിസിബിൾ റലമിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യത്തിൽ ദൈവം വെളിപ്പെടും, ആവശ്യത്തിന് ദൈവം ചെയ്തോളും. എൻ്റെ മക്കളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഭയങ്കര ഒരു വിശ്വാസം എൻ്റെ അകത്ത് വരുന്നു നിങ്ങളെ ഓർത്തിട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം. ബിക്കോസ് ദിസ് ഈസ് ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ. നാച്ചുറലിൻ്റെ അപ്പുറത്ത് ഒരു സൂപ്പർ, അതായത് നാച്ചുറലിൻ്റെ മുമ്പിൽ കൊണ്ടൊരു സൂപ്പർ വെക്കുമ്പോഴാണ് സൂപ്പർ നാച്ചുറൽ ആകുന്നത്. നമ്മുടെ കയ്യിൽ നാച്ചുറലേ ഉള്ളൂ, ദൈവത്തിൻ്റെ കയ്യിൽ സൂപ്പറുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ എബാവ്, ബിയോണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ബിയോണ്ട് നാച്ചുറൽ, ബിയോണ്ട് ദ നോംസ്, ബിയോണ്ട് ദ നാച്ചുറൽ തിങ്സ്, ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ, ബിയോണ്ട് വാട്ട് യു ക്യാൻ സെൻസ് വിത്ത് യുവർ 5 സെൻസസ്, അതാണ് സൂപ്പർ നാച്ചുറൽ. വി ആർ നാച്ചുറൽ, ഗാഡ് ഈസ് സൂപ്പർ നാച്ചുറൽ. പക്ഷേ നമ്മുടെ 1/3 സൂപ്പർ നാച്ചുറൽ ആണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ 1/3 സൂപ്പർ നാച്ചുറലാണ്. സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റ് സൂപ്പർ നാച്ചുറലാണ്. ഹല്ലേലൂയ. സോ 2 Corinthians 5:7 ആണല്ലോ ഇന്ന് പറഞ്ഞത് അല്ലേ? എല്ലാവരും ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഫോർ വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. നാം
കാഴ്ചയാലല്ല വിശ്വാസത്താലത്ര ജീവിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കുരുടന്മാരാണ് എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഈ സൈറ്റ് കൊണ്ടല്ല നമ്മൾ ഒരു വിശ്വാസി ജീവിക്കുന്നത്. ഈ മുഖത്ത് ഇടത്തും വലത്തുമായി 2 കണ്ണുകൾ, ഒരു പെയർ ഓഫ് ഐസ് ഉണ്ട്. ഇതിൽ കാണുന്നത് വെച്ചിട്ടല്ല നമ്മുടെ ജീവിതം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ചുവട് വയ്ക്കുന്നതുമെല്ലാം അതുകൊണ്ടല്ല. അപ്പോൾ ഇവിടെ കൊരിന്ത്യർക്ക് പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് Paul is writing to believers who are walking through pressure, uncertainty and opposition. ആ കാലത്ത് കൊരിന്ത്യയിലുള്ള സഭ, അതായത് ആദ്യമായി ഇത് കിട്ടുന്ന ഓഡിയൻസ്, പൗലോസിൻ്റെ റീഡേഴ്സ് അവരാരാണ്? ആ സമയത്ത് ഭയങ്കരമായ സമ്മർദ്ദത്തിലൂടെ പോകുന്നവരായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളിലൂടെ പോവുകയാണ്. മാത്രമല്ല അൺസർട്ടൈനിറ്റിയിലാണ് അവരുടെ ജീവിതം, അനിശ്ചിതാവസ്ഥ. കൂടാതെ ഓപ്പോസിഷൻ, ഭയങ്കരമായ എതിർപ്പുകളും വധഭീഷണിയും പ്രശ്നങ്ങളിലൂടെയും പോകുമ്പോഴാണ് പറയുന്നത്. ബിക്കോസ് ഹി റിമൈൻഡ്സ് ദം ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ലീഡ് ബൈ വാട്ട് ഈസ് വിസിബിൾ ബട്ട് ബൈ വാട്ട് ഈസ് ബിലീവ്ഡ്. ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവമക്കൾ ജീവിക്കേണ്ടത്, വിശ്വാസികൾ ജീവിക്കേണ്ടത് കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? വാട്ട് ഈസ് ബിലീവ്ഡ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ്റെ കൈകളിൽ എന്തുണ്ട് എന്ന് പൗലോസിൻ്റെ രീതിയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാന നാളോളം കാക്കുവാൻ ശക്തനാകുന്നു, അവൻ്റെ കയ്യിൽ വേണ്ടത്ര ഉണ്ട്, അവൻ ധാരാളമായ ആവശ്യ സമയത്ത് എനിക്ക് തരും. ഇപ്പോൾ ഞാൻ കാണുന്നില്ലെങ്കിലും ആവശ്യ സമയത്ത് ഞാനത് കാണും. ചിന്തകൾ പോകുന്ന പോക്ക് കണ്ടോ? കാൽക്കുലേഷൻസ് കണ്ടോ? ഫെയ്ത്തിൻ്റെ കൺഫെഷൻ കണ്ടോ? ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് കണ്ടോ? അമ്മമാരെ, പെങ്ങന്മാരെ, അനുജത്തിമാരെ, ആങ്ങളമാരെ, നാത്തൂന്മാരെ, അളിയന്മാരെ, എന്നെ കേൾക്കുന്ന അങ്കിൾമാരെ, ആൻറ്റിമാരെ, അപ്പാപ്പന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ അദൃശ്യമായ ചില കരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ വീക്ഷിക്കുന്ന അദൃശ്യമായ കണ്ണുകളുണ്ട്. വാത്സല്യത്തോടെ നോക്കുന്ന, ആർദ്രതയോടെ കെട്ടിപ്പുണരുന്ന ദൈവകരങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ പ്രത്യേകമായ ദൈവസാന്നിധ്യവും അഭിഷേകവും അനുഭവിച്ചുകൊണ്ട് ഞാനിത് പറയുന്നത്. വാവ് ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ബൈ സൈറ്റ്. എല്ലാവരും പറഞ്ഞ് കാഴ്ചയാലല്ല ജീവിക്കുന്നതെങ്കിൽ വിശ്വാസിയായിട്ട് ജീവിക്കേണ്ട എൻ്റെ ആവശ്യമില്ലല്ലോ. കാണാത്ത കാര്യങ്ങളിലല്ലേ നമ്മൾ. ഇപ്പോൾ ഇവിടെ കാഴ്ചയാലല്ല, കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് സൈറ്റ്? സൈറ്റ് മീൻസ് ഫാക്ട്സ്, സയൻറ്റിഫിക് ഫാക്ട്സ്, വസ്തുതകൾ, നമ്മുടെ ചുറ്റിലും കാണുന്ന യാഥാർത്ഥ്യങ്ങൾ. ഉദാഹരണത്തിന് മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടി, അതൊരു ഫാക്റ്റാണ്, മെഡിക്കൽ ഫാക്റ്റാണ്. അവർ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കണം. അഥവാ ഈ ചില സമയത്ത് തെറ്റാം, അവരുടെ റീഡിങ് തെറ്റാം, ലാബിൽ ടെസ്റ്റ് ചെയ്ത് തെറ്റാം, അവരുടെ മെഷീൻ തെറ്റായിരിക്കാം. അതർവൈസ് മെഡിക്കൽ ഫാക്റ്റുകളുണ്ട്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. സർക്കംസ്റ്റൻസസ് മറ്റൊന്ന്. ഈ കാഴ്ചയാൽ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നതാണ്. ഭർത്താവ് ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല, വിശ്വാസത്തിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, വെട്ടിക്കൊല്ലു എന്ന് പറയുന്നത് ശരിയായിരിക്കാം, അതൊരു ഫാക്റ്റാണ്, അത് നിഷേധിക്കുന്നില്ല. നമ്പേഴ്സ് മറ്റൊന്നാണ്, സംഖ്യകൾ, വസ്തുതകൾ, ഇത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് യേശു കർത്താവ് ഒരു വലിയ ഹീലിംഗ് ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് പേര്, 5000 പുരുഷന്മാർ മാത്രമുണ്ട്, സ്ത്രീകളും കുട്ടികളും വേറെ എക്സ്ട്രാ, അത്രയും പേർക്ക് ഫുഡ് കൊടുക്കണം. പക്ഷേ ഒരു കാറ്ററിംഗ് യൂണിറ്റിനെ അറേഞ്ച് ചെയ്തിട്ടില്ല, ഫുഡ് പ്ലാനുകളൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. കയ്യിലെന്തുണ്ട്? 5 അപ്പവും 2 മീൻ, കറക്റ്റ് കണക്കാണേ. 5 loaves 2 fish, 5 അപ്പവും 2, കറക്റ്റ് നമ്പേഴ്സാണ്. അപ്പോൾ കണക്കനുസരിച്ച് അവിടെ നമ്മുടെ ഫിലിപ്പ് ദി അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഫിലിപ്പോസാണ് വന്നിട്ട് ഈ കണക്കൊക്കെ പറയുന്നത്. അന്ത്രയോസ സാധനം പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുവന്നത് കറക്റ്റാണ്. പക്ഷേ ആ നാച്ചുറൽ ഫാക്റ്റിൻ്റെ മുകളിൽ ഒരു സൂപ്പർ വന്ന് വീണപ്പോൾ സൂപ്പർ നാച്ചുറലായി മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടന്നു. ഈ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്, ഈ ദൈവത്തെയാണ് നമ്മൾ അപ്പനെന്ന് വിളിക്കുന്നത്, പിതാവെന്നൊക്കെ എന്ന് വിളിക്കുന്നത്. റിപ്പോർട്ട്സ്, നാച്ചുറൽ ടാഞ്ചിബിൾ ഫാക്ട്സ്, ഇതാണ് കാഴ്ചയാൽ എന്ന് പറഞ്ഞ അർത്ഥം.
എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഗോഡ്സ് വേർഡ്, ദൈവവചനം, ഗോഡ്സ് പ്രോമിസസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഗോഡ്സ് ക്യാരക്ടർ, ദൈവത്തിൻ്റെ സ്വഭാവം, ഇതെല്ലാമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫെയ്ത്ത് എന്തിന്മേലാണ്? ദൈവവചനത്തിൻ്റെ മേൽ, ദൈവിക വാഗ്ദത്തങ്ങളുടെ മേൽ. ദൈവത്തിൻ്റെ ഒരു നേച്ചറുണ്ട്, അൺചേഞ്ചിങ് നേച്ചർ. എബ്രായ ലേഖനം 13:8 തോന്നുന്നു കർത്താവ് പറഞ്ഞിരിക്കുക, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്ക് മാറ്റമില്ലാത്തവനാണ്. ദാറ്റ് ഈസ് ഹിസ് ക്യാരക്ടർ. എത്ര നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ യുഗങ്ങൾ കഴിഞ്ഞാലും കർത്താവിൻ്റെ സ്വഭാവം മാറുകയില്ല, അവൻ്റെ പ്രകൃതം മാറുകയില്ല. പറഞ്ഞതാണ്, ഏത് തലമുറയിൽ പറഞ്ഞാലും പറഞ്ഞതാണ്. ഓക്കെ, സോ സൂപ്പർ നാച്ചുറൽ ലിവിങ് ബിഗിൻസ് വെൻ ഫെയ്ത്ത് ബിക്കംസ് അവർ പ്രൈമറി ഗൈഡ്. വിശ്വാസം നമ്മുടെ പ്രഥമ വഴികാട്ടിയായി, മാർഗദർശിയായി മാറുമ്പോൾ അവിടെയാണ് ഒരു സൂപ്പർ നാച്ചുറൽ ലിവിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വരെ സൂപ്പർ നാച്ചുറലായി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഓർക്കണം, നിങ്ങൾ സൂപ്പർ നാച്ചുറലാണ് ആദ്യം വിശ്വസിക്കുക. ശരീരമൊക്കെ വിട്, മനസ്സും വിട്. ആത്മാവിൽ സൂപ്പർ നാച്ചുറലായ ഒരാൾ വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ്. ഹീ സൂപ്പർ നാച്ചുറൽ. ഗാഡ് ഈസ് സൂപ്പർ നാച്ചുറൽ. സോ ദാറ്റ് മീൻസ് 1/3 ഓഫ് യുവർ ബീയിങ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഇനി ഫെയ്ത്ത് ഈസ് ചൂസിങ് ഗോഡ്സ് വേർഡ് ഓവർ വിസിബിൾ റിയാലിറ്റി. കാണുന്ന യാഥാർത്ഥ്യങ്ങളുടെ മുകളിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ തയ്യാറായാൽ ദാറ്റ് ഈസ് ഫെയ്ത്ത്. കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദാരിദ്ര്യം, പ്രശ്നങ്ങൾ, കുടുംബകലഹം, എല്ലാം പ്രതികൂലമാണ്. ജോലിസ്ഥലത്തെ വിഷയം, ബോസ് സമ്മതിക്കില്ല, ജീവിക്കാനും സമ്മതിക്കുന്നില്ല, മരിക്കാനും സമ്മതിക്കുന്നില്ല. ടീം ലീഡർ അങ്ങനെയാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്, കട്ടപ്പുകയാണ് ബ്രദറെ, എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. അതിന് മുകളിലോട്ട് ദൈവജനം കൊണ്ടുപോയി വെക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊണ്ടുപോയി വെക്കുക, ദൈവത്തെ കൊണ്ടുപോയി വെക്കുക. ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ ലിവിങ്. മിറക്കിൾസ് കാണാൻ തുടങ്ങും. എന്താണോ ചെയ്യേണ്ടത് ചെയ്യും. ആ ബോസിനെ മാറ്റണോ? മാറ്റും. ഇനി ബോസിനെ മാറ്റിയില്ലെങ്കിൽ ബോസിനെ മിണ്ടാതാക്കണോ? കർത്താവ് ചെയ്യും. വെട്ടുപോത്ത് പോലെ നിൽക്കുന്നവരെ കൊമ്പൊടിച്ച്, കാട്ടുപോത്തിൻ്റെ കൊമ്പൊടിച്ച് ശാന്തമാക്കുന്ന പോലെ മൂർഖന്മാരെ പോലും വളരെ മാർദ്ദവമുള്ളവരാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഇല്ലെങ്കിൽ ഇയാളെ ട്രാൻസ്ഫർ ചെയ്യാൻ കർത്താവിന്, ഇല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്ഫർ ചെയ്ത് വേറെ ജോലി തരാൻ കർത്താവിന് കഴിയും. ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള അന്തരീക്ഷം മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ. സോ വാട്ട് യു സീ മേ സേ വൺ തിങ്, ബട്ട് വാട്ട് ഗോഡ് ഹാസ് സ്പോക്കൺ സേസ് സംതിങ് ഹയർ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതൊക്കെയാണ് അവസ്ഥ. എന്നാൽ ദൈവം ചില കാര്യങ്ങൾ വചനത്തിൽ സംസാരിച്ചിട്ടുണ്ട്, അത് പറയുന്നത് മറ്റൊന്നാണ്. ഏത് തിരഞ്ഞെടുക്കും? ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ മെറ്റീരിയൽ. ഇത് മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത് പ്രകൃത്യാതീതമായ ഒരു പദാർത്ഥമാണ്, മെറ്റീരിയൽ, സബ്സ്റ്റൻസ്. തെളിവ് തരാം. എബ്രായ ലേഖനം 11:1, ഹീബ്രൂസ് 11 and verse number 1. NKJV-യിൽ നിന്ന് വായിക്കാം, ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ. Now, faith is the substance of things hoped for, the evidence of things not seen. എനിക്ക് ഇഷ്ടമുള്ളൊരു ഡെഫിനിഷനാണ് വിശ്വാസത്തിൻ്റെ. അവിടെ പറയുന്നത് ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇതൊരു സബ്സ്റ്റൻസാണ്. പേപ്പർ, ഈ കാണുന്ന എല്ലാ ഓരോരോ പദാർത്ഥങ്ങളാണ് സബ്സ്റ്റൻസ്, മെറ്റീരിയൽ. ഫെയ്ത്ത് ഈസ് എ മെറ്റീരിയൽ, ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്, അങ്ങനെ പറയുന്നത്. ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിനു വേണ്ടിയുള്ള റോ മെറ്റീരിയൽ പോലെ, അതിനു വേണ്ടിയുള്ള അതുണ്ടാക്കാനുള്ള പദാർത്ഥം, മെറ്റീരിയലാണ് വിശ്വാസം. ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ വിശ്വാസം അകത്തുണ്ടെങ്കിൽ ആ വിശ്വാസത്താൽ ഇതെല്ലാം ഉളവായി വരും. വാവ്, ഈ വർഷം ചിലതൊക്കെ സംഭവിക്കൂടുന്നുണ്ട്, ലൈഫിൽ ചിലതൊക്കെ കർത്താവ് ചെയ്യാൻ പോവുക. ദി എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. ഇതുവരെ കാണാത്ത കാര്യങ്ങളിലുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ അതെൻ്റെ പേരാണ് വിശ്വാസം. So in 2026, God is not calling us to live recklessly. ഒരു കൈയും കണക്കുമില്ലാതെ വെളിവിട്ട് ജീവിക്കാനൊന്നുമല്ല പറയുക. He is calling us to live responsively to His word. വചനമനുസരിച്ച് ജീവിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഫെയ്ത്ത് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ.
പ്രകൃത്യാതീതമായ കാര്യങ്ങളുടെ ഒരു ഭാഷയാണ്. വിശ്വാസം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജാണ്. എവ്രി സൂപ്പർ നാച്ചുറൽ മൂവ് ഓഫ് ഗോഡ് ഇൻ സ്ക്രിപ്ചർ ബിഗാൻ വിത്ത് ഫെയ്ത്ത്. പ്രകൃത്യാതീതമായി എന്തെങ്കിലും വചനത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിശ്വാസത്താലാണ്. ഉദാഹരണത്തിന് അബ്രഹാം ബിലീവ്ഡ്, നോവ ബിലീവ്ഡ്, മോസസ് ബിലീവ്ഡ്, സേറ ബിലീവ്ഡ്, then Joshua believed, Peter walked on water. ഇതെല്ലാം വിശ്വാസമാണ് സൂപ്പർ നാച്ചുറലിൻ്റെ ഭാഷ എന്ന് പറയുന്നത് തന്നെ. ഫെയ്ത്ത് ആക്ടിവേറ്റ്സ് ഡിവൈൻ ഡയറക്ഷൻ. ദൈവികമായ ഡയറക്ഷൻസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് ഫെയ്ത്താണ്. ഹെവൻലി പ്രൊവിഷൻ, ഗോഡ്സ് ഇൻ്റർവെൻഷൻ, ഇതെല്ലാം കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഈ 2026 സൂപ്പർ നാച്ചുറൽ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ്. കൈകളൊക്കെ ഒന്ന് അടിച്ച് കർത്താവിന് നന്ദി ഉറക്കെ ഹല്ലേലൂയ പറ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പക്ഷേ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പാനിക് ചെയ്യുന്ന സിറ്റുവേഷനിൽ വിശ്വസിക്കണം. ഡിലേ വരുമ്പോൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ആ ചെങ്കടൽ കടക്കണമല്ലോ, ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ശത്രുക്കൾ, രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. ഒരു ഒറ്റ നിലവിളിച്ചു. പക്ഷേ അദൃശ്യമായ ദൈവം വന്ന് അന്ന് രാത്രി അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്യാൻ പോവുക. ഇപ്പം ഞാൻ പറയാം, കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്ര എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മുറിയിലോട്ട് കയറുമ്പോൾ ലൈറ്റില്ല, ഫുൾ കൂരാക്കൂരി ഇരുട്ടാണ്. നിങ്ങളെങ്ങനെയായിരിക്കും കാല് വയ്ക്കുന്നത്? ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് വയ്ക്കും. കാരണം അവിടെ കട്ടിലിൻ്റെ കോർണർ വല്ലതും ഉണ്ട്, മേശയുടെ കോർണർ ഉണ്ടാകും, അവിടെ തട്ടി വീഴുമോ? അപ്പോൾ സ്റ്റെപ്പ് ഓരോന്ന് സൂക്ഷിച്ച് വെക്കുന്നത് പോലെ, ഇരുളിൽ വെക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ, വിശ്വാസത്തിലെടുത്ത് വയ്ക്കാൻ സഹായിക്കും. കൈകൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. കർത്താവേ, ആ ഫോക്കസ് വിശ്വാസത്തിലേക്ക് ഞങ്ങളിപ്പോൾ കാലെടുത്ത് വയ്ക്കുകയാണ്. എല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാവരും വിശ്വാസം കൊണ്ട് നിറയട്ടെ. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. So God bless you. See you tomorrow. Bye-bye.